ഗോകുൽ, എന്താണ് സ്ഥിതി? ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് ജനങ്ങളുടെ പ്രതിഷേധം സമയം അതിക്രമിക്കുന്നു. പോലീസിന്റെ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചേ മതിയാകൂ. ജനങ്ങൾ സ്വയം പിന്തിരിയാൻ തയ്യാറാകുന്നുണ്ടോ? ആരെങ്കിലുടെയും ഒരു ഇടപെടൽ അവിടെ നടക്കുന്നുണ്ടോ? ജനപ്രതിനിധികളൊക്കെ അവിടെ ഇല്ലേ? പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചിലർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പോലീസുമായി സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ഡിവൈഎസ്പിയുമായി തന്നെ പ്രദേശവാസികളിൽ ചിലർ സംസാരിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി പിരിഞ്ഞു പോകണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ, അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമായത് ഇയാൾ 5 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അതിൽ 3 പേരെ കൊലപ്പെടുത്തി എന്നുള്ളൊരു മൊഴിയാണ് പ്രാഥമികമായും ഈ വന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞത്. 5 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടു, അതിൽ 3 പേരെ താൻ കൊന്നു എന്നുള്ളത്. നിസ്സംഗമായാണ് പ്രതി ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞത്. ഏതെങ്കിലും ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. യാദൃശ്യമായി അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് കൊലപ്പെടുത്തിയതല്ല, അവരെയും കൊല്ലാൻ ഇയാൾ പദ്ധതി ഇട്ടിരുന്നു അല്ലേ? തീർച്ചയായും അവരെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അത് മാത്രമല്ല മറ്റു 2 പേരെ കൂടി ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് 5 പേരെ കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നു, അതിൽ 3 പേരെ കൊലപ്പെടുത്തി എന്നുള്ള മൊഴി പോലീസിന് ലഭ്യമായത്. ആ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്, കൂടുതലായി അയാളോട് ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രദേശവാസികളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതും പോലീസ് അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പോലീസ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അനുനയ ശ്രമം, അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ചെന്താമരയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു. ആ രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇയാളിൽ നിന്ന് പ്രാഥമികമായി കിട്ടിയ വിവരമാണ് 5 പേരെ, അതായത് ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രകോപനം കൊണ്ടുണ്ടായ കൊലപാതകമല്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാൾക്ക്, ഒരു പ്രതിക്ക് ലാഘവത്തോടെ ഇത്തരത്തിൽ പറയാൻ കഴിയുന്നത്. 5 പേരെ താൻ കൊല്ലാൻ പദ്ധതിയിട്ടു, അതിൽ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് വളരെ ലാഘവത്തോടെയാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും കൂടുതൽ ഇയാളുടെ വീടിന് സമീപത്ത് തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ ഇയാൾ വരുമെന്ന് സഹോദരൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ആ മൊഴിയാണ് നിർണായകമായത്. സഹോദരന്റെ പോലീസിനോട് പറഞ്ഞ മൊഴി അതീവ നിർണായകമായി. അത് സ്വാഭാവികമായും ഇയാൾ ഇത്തരത്തിൽ തന്നെ വീട്ടിലേക്ക് വന്നു. ഇയാളുടെ വീടിന്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ വെച്ചുള്ള പാടത്ത് വെച്ച് ചെന്താമരയെ പോലീസ് സംഘം പിടികൂടി. കെ ബാബു അടക്കമുള്ളവരുടെ എത്തി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഭ്യർത്ഥനകൾ നടക്കുന്നുണ്ട്. കാരണം സ്ഥിതി കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്ക് എത്തി. പോലീസിന് നിയന്ത്രണാതീതമായുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ തടിച്ചുകൂടി നെന്മാറ, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായും ഈ ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന്, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുക, അതൊക്കെ തന്നെ പോലീസിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജനപ്രതിനിധികളടക്കം എത്തി ഇവിടെ ഒരു ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായാണ് നെന്മാറ MLA കെ ബാബു അടക്കമുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തി ജനങ്ങളെ പിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരിലെ തന്നെ ചില പ്രതിനിധികളെയും പോലീസ് വിളിച്ച് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോകണം, ഏതെങ്കിലും രീതിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ പിരിഞ്ഞു പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു ബലം പ്രയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ വീണ്ടും ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പെപ്പർ സ്പ്രേ പ്രയോഗിക്കേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷന് ഗേറ്റിന്റെ അവിടെ മാറി നിൽക്ക് അങ്ങനെ അപ്പുറത്തേക്ക് നടക്ക്. ഗൂഗിൾ MLA നേതൃത്വത്തിലുള്ള ചർച്ച ഫലം കണ്ടു എന്ന് തോന്നുന്നു അല്ലേ? ഒരു ഭാഗത്ത് ആ ചർച്ച, മറുഭാഗത്ത് ലോക്കപ്പിൽ ചെന്താമരയെ ചോദ്യം ചെയ്യും. തീർച്ചയായും, അതായത് സ്റ്റേഷന്റെ ഉള്ളിൽ ചെന്താമരയെ ചോദ്യം ചെയ്യുമ്പോൾ പുറത്ത് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇയാളെ തങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രോശങ്ങളിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും പോലീസിന് നിയമപരമായുള്ള നടപടികളിൽ
മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മറ്റിത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ നിയമം മാറ്റാൻ അല്ലെങ്കിൽ നിയമത്തെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനൊന്നും തന്നെ സ്വാഭാവികമായും പോലീസിന് കഴിയില്ല. അവർക്ക് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അത് നിയന്ത്രിക്കുന്ന കാര്യം ഒരു വശത്തും, അതോടൊപ്പം തന്നെ ഈ ചെന്താമരയെ ക്വസ്റ്റ്യൻ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ മറുവശത്തുമായി തന്നെ നടക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും ചർച്ചകൾക്ക് ഒരു പരിഹാരം കാണുന്നു. ആളുകൾ പതുക്കെ പിരിഞ്ഞു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് ചിന്താമരയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ്. അയാൾ ഒരു കൂസലുമില്ലാതെ 5 പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് പോലീസിന് മുന്നിൽ പറയുന്നത്.